രാവിലെ നിങ്ങൾ കാണുന്നത് കുട്ടികൾ നേരം വെളുത്തുമ്പോൾ രാവിലെ എടുക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ തുടങ്ങും. പേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ആരെങ്കിലും കുട്ടികൾ പേസ്റ്റ് വായിച്ചിട്ടുണ്ട്? അതിന്റെ പുറത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്? പേസ്റ്റ് തേക്കുന്ന പല്ല് തേക്കുന്ന പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്നത് പല്ല് നശിപ്പിക്കാനാണ്. ആദ്യമേ ഒരു ഡോക്ടർക്ക് വരണമെങ്കിൽ ആദ്യം പല്ല് വേണം. ഡെന്റിസ്റ്റിന് ഇവിടെ വരണമെങ്കിൽ 2000 പരം ഡോക്ടർമാർ വർഷാവർഷം ഇറങ്ങുമ്പോ അവർക്ക് പല്ല് വേണ്ടി. ആ പല്ല് ആദ്യം കേടാക്കി തരാനാണ് നിങ്ങൾ ആദ്യം ചിരിച്ചു വരും. ഇതാ ഒരാൾ ഒരു കുട്ടി ഒന്ന് വന്നേ, ആരെങ്കിലും ഒരാൾ വരിക. ഈ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. Direction for use. Brush thoroughly at least twice a day or as directed by a dentist or physician. എല്ലാം മനസ്സിലായോ? ഇത് പേസ്റ്റ് എടുക്കുമ്പോൾ അത് തുറക്കുന്നതിന് മുമ്പിട്ട് തുറക്കുമ്പോൾ ഒരു ഡോക്ടറോടോ ഡെന്റിസ്റ്റിനോടോ ഫിസിഷ്യനോടോ ചോദിച്ചിട്ടേ എടുക്കാവൂ പേസ്റ്റ്. Children under 6 years of age should have adult supervision. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പല്ല് തേക്കുമ്പോൾ മാതാപിതാക്കൾ രക്ഷകർത്താക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ പല്ല് തേപ്പിക്കാവൂ. And use only pea-sized amount. Do not swallow. Ingredients: calcium carbonate. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ കുമ്മായം. Sorbitol. Sodium lauryl sulfate. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ സൾഫൂരിക് ആസിഡിന്റെ സ്ലറി. Silica. പാറപ്പൊടി. Titanium dioxide. ടൈറ്റാനിയം ഡയോക്സൈഡ്. Sodium silicate. സോഡിയം സിലിക്കേറ്റ്. കുപ്പിച്ചില്ല്. Carrageenan. Sodium ബൈകാർബണേറ്റ്. കാരം, അലക്കുകാരം, മുണ്ട് കഴുകുന്ന കാരം. Sodium saccharin. ഇനി മുമ്പോട്ട് പോണോ? വേണ്ട. ഇതാണ് രാവിലെ പല്ല് തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലിന്റെ മോണെ അടിച്ച് കാണിച്ചിട്ട് പറയും. ഈ ഒരെണ്ണോടുണ്ട്, ഒന്ന് വായിച്ച്. Flavor. മോണോഫ്ലോറോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അറിയാവുന്നവർക്ക് അറിയാം. അല്ലെങ്കിൽ ഇന്ന് പോയി നെറ്റിൽ പോയി ഒന്ന് തപ്പി നോക്കുക. പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു, പല്ല് കേടാക്കുന്നു, മോണയുടെ ഷേപ്പ് മാറ്റുന്നു. ഈ സാധനമാണ് രാവിലെ മുതല് 95-97% ഡോക്ടർമാർ പറയുന്നു ഈ പേസ്റ്റ് കൊണ്ട് തേച്ചില്ലെങ്കിൽ കുട്ടികളെ പല്ല് കേടാവും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ ഇത്രയും കൊല്ലം കൊണ്ട് ആരെങ്കിലും വായിച്ചു നോക്കിയോ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ശകല ഉമുക്കിനിട്ട് പല്ല് തേച്ചപ്പോ നമ്മുടെ പല്ലുകൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആരുടെയും പല്ല് 11 വയസ്സ് കാത്തു നോക്കില്ലായിരുന്നു. ഇപ്പൊ എല്ലാരും 11 വയസ്സ് നോക്കിയിരിക്കുകയാണ് പല്ല് കെട്ടിയിടാൻ, അകത്തോട്ട് മാറ്റാൻ. ആ പല്ല് കെട്ടിയിടുമ്പോ നാണം കെട്ട ഒരു പരിപാടി ഇങ്ങടെയുണ്ട്. 2 പല്ല് പറിച്ചിട്ടാണ് നിങ്ങൾ ആ പല്ല് കെട്ടിയിടുന്നത്. ആണോ ഇല്ലയോ? 2 പല്ല് പറിക്കാൻ കാത്തിരിക്കുന്നു. ഒരു പ്രാവശ്യം ഈ അരിമുല്ലപ്പൂവുള്ള പല്ല് ഒഴിഞ്ഞു പോയി രണ്ടാമതൊരു പല്ല് വന്നാൽ പിന്നെ ആ പല്ല് കിളിക്കില്ല. കിളിക്കോ? ഇല്ല. ആ പല്ല് നിങ്ങൾ മാറ്റി വെക്കുന്നു, പിന്നെ വെപ്പുപല്ല് വെക്കുന്നു. എന്താ ഇത്? അതിശേഷം പണ്ട് നിങ്ങളെല്ലാം ഉമുക്കിരി കൊണ്ട് പല്ല് തേച്ചിരുന്നപ്പോൾ ആരുടെയെങ്കിലും പല്ല് ഇത്രയും വെളിയിലോട്ട് വന്നോ? ആ പല്ല് ഒരു ശകലം ഉമുക്കിരിയും ശകലം കുരുമുളകും കല്ലുപ്പും കൂടി ഇട്ട് പൊടിച്ചു വെച്ചിട്ട് പല്ല് തേച്ചാൽ ഊനുപഴുപ്പ് വരെ മാറുമായിരുന്നു, മാറ്റിയിരുന്നു. അമ്മയുടെ കയ്യിലായിരുന്നു നമ്മുടെ എല്ലാം ആരോഗ്യം വരുന്നത്. അവർക്ക് വിവരമില്ലായിരുന്നു, അല്ലേ? പക്ഷെ അവർക്ക് ഒരു കാര്യം സത്യമായിരുന്നു, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാരെങ്കിലും വിവരം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രശ്നം നമുക്ക് ഏറ്റവും വലുത് വിദ്യാഭ്യാസം ഉണ്ട്, വിവരമില്ല. അതുകൊണ്ടല്ലേ ഇത് മേടിച്ചിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പുറകെ പോവോ? പല്ല് കേടാക്കാനായിട്ട് ഇത്രയും വലിയ നാടകം ആരെങ്കിലും കാണിക്കുമോ? ഇല്ല. അപ്പം റൂട്ട് കനാല് ചെയ്യുന്നു. അന്ന് ഇത്രയും ആരുടെ പല്ല് കേടായിരുന്നു? ആരുടെയെങ്കിലും പല്ല് കേടായിട്ടുണ്ടോ? പല്ല് കൈകൊണ്ട് തേക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കൊച്ചുനാളിൽ തേക്കുമ്പോ ഒരു നല്ല വിഭാഗം ഉള്ളിലോട്ട് പൊക്കോളും. പല്ല് കൈകൊണ്ട് തേച്ചാൽ മതി, നല്ലോണം ഉള്ളിലോട്ട് പൊക്കോളും. അതും പറ്റില്ലെങ്കിൽ ശകലം വെള്ളം കുളിക്കാൻ നേരം വായിക്കൊണ്ടിട്ട് കുളി കഴിഞ്ഞിട്ട് ഒന്ന് തുപ്പിക്കളയുക. ഓട്ടോമാറ്റിക്കായിട്ട് 6 മാസം കൊണ്ട് ഏത് പല്ല് ഉള്ളിൽ പോവും. അതിനാരുടെയും ഒത്താശ വേണ്ട. ഇത്രയും പേര് നിസാര കാര്യത്തിനാണ് നിങ്ങളീ പോകുന്നത്. അതിന് അമ്മയെ നമുക്ക് ബഹുമാനം ഇല്ലല്ലോ. അമ്മയെ റെസ്ക്യൂ ഹോമിൽ കൊണ്ടാക്കി പോയില്ലേ? അവിടെയാ കുഴപ്പം പറ്റിയത്. തലമൂത്ത അമ്മമാരും അമ്മൂമ്മമാരും വീട്ടിലുണ്ടെങ്കിൽ
ഇപ്പോഴേ അവരോട് പോയി ചോദിക്കുക എന്തൊക്കെ വേണമെന്ന് അവര് പറഞ്ഞു തരും. അവർക്കൊരു കാഴ്ചപ്പാടുണ്ടെന്നു മക്കളുടെ ആരോഗ്യത്തെ പറ്റി, കൊച്ചുമക്കളുടെ ആരോഗ്യത്തെ പറ്റി അവരുടെ കാഴ്ചപ്പാടാണ് നശിച്ചു പോയത്. രണ്ടാമത് നേരം വെളുക്കുമ്പോ പണ്ട് നമ്മള് ഇപ്പൊ രണ്ടാമത്തെ രണ്ട്